എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് 50 രൂപയിൽ കുറവ് വിലയുള്ള ഒരു 10 സ്റ്റോക്കുകളെ കുറിച്ചാണ്. അതിൻ്റെ ഫണ്ടമെൻ്റൽ വശങ്ങളും ടെക്നിക്കൽ കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റോക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കയറുമ്പോൾ നല്ല രീതിയിൽ കയറുകയും ഇറങ്ങുമ്പോൾ അതുപോലെ ഇറങ്ങുകയും ചെയ്യുന്ന സ്റ്റോക്കുകളാണ് ഇങ്ങനത്തെ കുഞ്ഞൻ സ്റ്റോക്കുകൾ. അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് പരിപാലിച്ചിരിക്കണം. നമ്മൾ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഒരു സപ്പോർട്ട് പോയിൻറ്റിൻ്റെ അവിടെയാണ് നമ്മൾ മിക്കവാറും സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ആവുക. ആ സപ്പോർട്ട് പോയിൻ്റ് അങ്ങനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് താഴേക്ക് വരുന്നു. അപ്പോൾ അത് കൃത്യമായി പരിപാലിച്ചുകൊണ്ട് മാത്രമേ ഇങ്ങനത്തെ സ്റ്റോക്കുകളിൽ നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ ഷെയർ ലിപ്സ ജെംസ് ആൻഡ് ജ്വല്ലറി. 8 രൂപ വിലയുള്ള ഒരു സ്റ്റോക്കാണിത്. വെറും 8 രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ. ഇതിൻ്റെ ഫണ്ടമെൻ്റൽ കാര്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ക്യാപ്പ് 23 കോടിയുടെ ROCയും നെഗറ്റീവാണ്. അതായത് ഫണ്ടമെൻ്റലി ഒരു നല്ല ക്രൈറ്റീരിയയിൽ പെട്ട ഒരു സ്റ്റോക്ക് അല്ല ഇത്. പക്ഷേ ഇത് ഒരു കടമില്ലാത്തൊരു കമ്പനിയാണ്. കമ്പനി ഈസ് ഓൾമോസ്റ്റ് ഡെബിറ്റ് ഫ്രീ, നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നമ്മളിതിൻ്റെ ടെക്നിക്കൽ ഗ്രാഫിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ ടെക്നിക്കൽ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഓരോ കയറ്റത്തിലും നല്ല വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നല്ല വോളിയം ക്രിയേറ്റ് നന്നായിട്ട് കയറി, അതിന് കൂടാതെ ഒന്ന് താഴ്ന്നു, വീണ്ടും ഒന്ന് കയറി, അവിടെ നല്ലൊരു വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും ഒന്ന് താഴ്ന്നു, ഇവിടെയും നല്ല വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ അറിയാം, ഒരു ഇൻട്രാഡേയിൽ നമുക്ക് ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണിത്. ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. നമുക്ക് അടുത്തൊരു സപ്പോർട്ട് പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ഏകദേശം ഈ പോയിന്റിൽ നമ്മളെ സപ്പോർട്ട്, അതായത് 6 രൂപ 25 പൈസ. അവിടെയാണ് നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. അതായത് അപ്പോൾ 1 രൂപ 75 പൈസയാണ് നമ്മൾ ഇതിൽ റിസ്ക് എടുക്കുന്നത്. 8 രൂപയുടെ സ്റ്റോക്കിൽ 6 രൂപ 25 പൈസ നമ്മൾ എടുക്കുമ്പോൾ 1 രൂപ 75 പൈസ ഇതിൽ നമ്മൾ റിസ്ക് ഉണ്ട്. ഒരു സ്റ്റോക്കിൽ 1 രൂപ 75 പൈസ ആണ് ഇതിൽ റിസ്ക് ഉള്ളത്. ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കാം. നമുക്കൊരു വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, ഇതാണ് വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയയിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. ഇതാണ് സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ. ഈ ഏരിയയിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുക. അതുകൂടാതെ ഇവിടെ നമ്മളൊരു ട്രെൻഡ് ലൈനും കൂടി വരച്ച് കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് പോകുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ഇവിടെ ഒരു മേജർ റെസിസ്റ്റൻസ് പോയിന്റ് ഉണ്ട്, ഒരു 8.4 8.25 റേഞ്ചിലൊക്കെ. അത് മിക്കവാറും ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ അത്യാവശ്യം നല്ല വോളിയം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ വീക്കിലി വ്യൂയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ നമുക്കിവിടെ കാണാം. അതുകൂടാതെ ഇവിടെയും നമുക്കൊരു ഗ്രീൻ ക്യാൻഡിൽ കാണാം. ഈ ഗ്രീൻ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത്, അപ്പോൾ മുന്നേ വന്ന ഗ്രീൻ ക്യാൻഡിൻ്റെ ഹൈ ആണ് ഇവിടെ സപ്പോർട്ടായിട്ട് എടുത്തത്. 6 രൂപ 25 പൈസയാണ് ഇവിടെ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് കാണാൻ നമുക്ക് കഴിയുന്നത്. അപ്പോൾ വീക്കിലി നമ്മൾ നോക്കുമ്പോൾ ഒരു ട്രെൻഡ് ലൈന് സപ്പോർട്ട് ചെയ്യുന്നു, ഇവിടുത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡ് ഇതിൽ മിക്കവാറും പ്രതീക്ഷിക്കാം. പക്ഷേ നമ്മൾ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് നമ്മൾ വീക്കിലിയും ഇൻട്രാഡേയും നോക്കിയത് 6.25 അപ്പോൾ 6.25 തന്നെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അടുത്ത ഷെയറാണ് ഓറിയൻ്റൽ ട്രിമെക്സ്. ഓറിയൻ്റൽ ട്രിമെക്സിന് 11 രൂപ 40 പൈസയുടെ ഇപ്പോൾ കറൻറ്റ് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാർക്കറ്റ് ക്യാപ്പ് 33 കോടി രൂപ മാത്രമേ ഉള്ളൂ. ROC നെഗറ്റീവാണ്, ROE നെഗറ്റീവാണ്. ഫണ്ടമെൻ്റലി അത്ര ഒരു നല്ല ക്രൈറ്റീരിയ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കില്ല. പക്ഷേ കടമില്ലാത്ത കമ്പനിയാണ്, അതൊരു പ്ലസ് പോയിൻ്റാണ്. ഡെബിറ്റ് ഫ്രീ കമ്പനിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൊരു ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ പോയി കഴിഞ്ഞാൽ ഇതാണ് ഓറിയൻ്റൽ ട്രിമെക്സിൻ്റെ ഒരു ചാർട്ട്. നല്ലൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. ഇവിടെ നമുക്ക് നോക്കിയാലാണ് നല്ലൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ്. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വോളിയമുണ്ട്.
അപ്പോൾ ഒരു കൺസോളിഡേഷൻ റേഞ്ച് കഴിഞ്ഞിട്ടാണ് എപ്പോഴും ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുള്ളത്. കണ്ടോ, ഇവിടെ നമുക്കൊരു കൺസോളിഡേഷൻ റേഞ്ച് ഉണ്ടായിരുന്നു, അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട്, ഇവിടെയും ഒരു ബ്രേക്ക് ഔട്ട് ചെയ്തു, ഇവിടെയും ഒരു കൺസോളിഡേഷൻ റേഞ്ച്. അപ്പോൾ എവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു അവിടെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, ഇവിടെ ഒരു സപ്പോർട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാൾ 2 മാസത്തോളം കൺസോളിഡേഷൻ റേഞ്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലോടുകൂടി ഇത് ബ്രേക്ക് ചെയ്ത് പോയിട്ടുള്ളൂ. അപ്പോൾ നമ്മളുടെ ഇവിടെയാണ് നമുക്കൊരു സപ്പോർട്ട് പോയിൻ്റ് കിട്ടുന്നത്, ഏകദേശം ഈ റേഞ്ചിലാണ് നമുക്ക്. അതായത് ആ റേഞ്ച് എന്ന് പറയുന്നത് 870 9. അപ്പോൾ ഈ 870 അല്ലെങ്കിൽ 9 എന്ന് പറയുന്ന പോയിൻ്റ് സ്ട്രിക്റ്റായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. നമ്മൾ ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ നമുക്കിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈനും കൂടി ഇത് സപ്പോർട്ട് ചെയ്ത് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കേട്ടോ, ട്രെൻഡ് ലൈനും കൂടി സപ്പോർട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ഇതിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ വീണ്ടും പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് വീക്കിലി ക്യാൻഡിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ഇതാണ് വീക്കിലി ചാർട്ട്. കേട്ടോ, വീക്കിലി ചാർട്ട് നമ്മൾ നേരത്തെ കണ്ട ഒരു കൺസോളിഡേഷൻ റേഞ്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഒരു ബോക്സ് ടൈപ്പായിട്ട് വരച്ച് നോക്കാം. വേണ്ട, ഇവിടെ ഒരു കൺസോളിഡേഷൻ ഏരിയ, ഈ ഏരിയ ചെറിയൊരു ഏരിയയുടെ ആ ഏരിയ കഴിഞ്ഞതിന് ശേഷം ബ്രേക്ക് ചെയ്ത് നമുക്ക് കൃത്യമായ സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് നമ്മൾ ഇൻട്രാഡേയിൽ കണ്ട പോലെ തന്നെ ഒരു 870 9 ഈ റേഞ്ചാണ് ഒരു സപ്പോർട്ട് പോയിൻ്റായിട്ട് ഇവിടെ ആക്ട് ചെയ്യാൻ സാധ്യത. അപ്പോൾ അത് പോയിൻ്റ് എന്ന് പറയുന്നത് 870 9 ആണ്. അപ്പോൾ ആ പോയിൻ്റ് നമ്മൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് മിക്കവാറും വരും ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. നമ്മുടെ അടുത്ത ഷെയറാണ് സിന്ധു ട്രേഡ് ലിങ്ക്സ്. 36 രൂപ 40 പൈസയുടെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് 5620 കോടിയാണ്. സ്റ്റോക്ക് പി 55, ROC 4.74, ROE വളരെ കുറഞ്ഞ ROEയുടെ. ഫണ്ടമെൻ്റലി അത്ര സ്ട്രോങ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല ഈ റേറ്റ് വെച്ചിട്ട്. ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ചാർട്ട്, നമ്മളെ ചാർട്ട് വ്യൂ. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു വളരെ വലിയൊരു റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു വിത്ത് വോളിയം. ഇവിടെ ഈ ഏരിയയിൽ നല്ല വോളിയവും ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ടൈമിൽ ഒരു 4 മാസമുള്ള നല്ല ഇത്ര ഇവിടെ ഒന്നും നല്ല വോളിയം അല്ല. അപ്പോൾ അങ്ങനെ വോളിയം വന്നിട്ട് ഇത് കയറുമ്പോൾ ഈ കയറ്റം നല്ലൊരു സ്റ്റേബിൾ കയറ്റമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീക്കിലി വ്യൂവിൽ നോക്കിയാലും വീക്കിലി വ്യക്തമായൊരു റെസിസ്റ്റൻസാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. വ്യക്തമായ റെസിസ്റ്റൻസുകൾ നമുക്ക് ഇതിൻ്റെ താഴെയുടെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് നമുക്ക് പരിഗണിക്കാം. അതായത് ഏകദേശം 27 സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. അപ്പോൾ കുറച്ച് വലിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കണം. വേറൊരു സപ്പോർട്ട് പോയിൻ്റ് നമുക്ക് വീക്കിൽ നോക്കുമ്പോൾ ഇവിടെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സപ്പോർട്ട് പോയിൻറ്റും ഒരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഏരിയ. നമ്മുടെ അടുത്ത ഷെയറാണ് പേൾ പോളി ലിമിറ്റഡ്. 37 രൂപ 20 പൈസയുടെ കറണ്ട് മാർക്കറ്റ് ക്യാപ്പ്. മാർക്കറ്റ് ക്യാപ്പ് 62 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. ROC മൈനസാണ്, ROE മൈനസാണ്. ഫണ്ടമെൻ്റലി അത്ര നല്ലതാണെന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാനായിട്ട് കഴിയില്ല. നമ്മൾ ഒരു കടമില്ലാത്ത കമ്പനിയാണ്, ഡെബിറ്റ് ഫ്രീ കമ്പനിയാണ് ഇതും. അതുകൂടാതെ റിസൾട്ട് നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് ക്വാർട്ടറിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരു നല്ല റിസൾട്ടാണ് കാണുന്നത്. ലാസ്റ്റ് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോൾ ഒരു നെഗറ്റീവാണ്, കടത്തിലാണ് പോയിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്ലസ് പോയിൻ്റായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പേൾ പോളിയുടെ ഒരു ഇൻട്രാഡേ ചാർട്ട് ഇത് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മൾ ഈ ചാർട്ട് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് ഒരു ട്രെൻഡ് ലൈൻ വരച്ച് കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ട് പോകുന്നതാണ്. കൃത്യമായിട്ട് ആ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ അങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇവിടെയാണ് ഒരു റേഞ്ച് വരുന്നത്. കണ്ടോ, ഈ റേഞ്ച്, അതായത് ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ചെയ്ത ഈ ഏരിയയാണ് നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനായിട്ട് സാധ്യത. അത് ഏകദേശം 33 30 റേഞ്ചാണ് അത്.
അത് റേഞ്ചാണ്, അത് 33-30. അപ്പോൾ ആ റേഞ്ചിൽ നമുക്ക് കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇൻട്രാഡേ ചാർട്ട് നോക്കി വെച്ച് നോക്കുക, നമുക്ക് ഇതാണ് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഓക്കെ, വീക്കിലി ചാർട്ട് നമ്മൾ എടുത്ത് നോക്കിയാലും കൃത്യമായ റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്ത്. ഇവിടെ നമുക്ക് വരച്ചാൽ കാണണം, കൃത്യമായ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു കേട്ടോ. ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഇവിടെ ഒരു ചെറുത്, അതാണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ അതുകൂടാതെ ട്രെൻഡ് ലൈനും കൂടി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഈ റേഞ്ച് കണ്ട, ഇവിടെയാണ് ഒരു സപ്പോർട്ട് പോയിൻ്റ് ആയിട്ട് ഇത് ആക്ട് ചെയ്യുക. നല്ലൊരു ഏരിയയാണ് അത്, 30 റേഞ്ച്, നല്ലൊരു ഏരിയ, സപ്പോർട്ട് പിടിക്കാനായിട്ട് നല്ലൊരു ഏരിയ ആണത്. അപ്പോൾ കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു. നമുക്ക് ഈ ട്രെൻഡ് വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ട്രെൻഡ് ലൈൻ നീട്ടി വരച്ചാലും അതൊരു നല്ലതായിട്ട് കാണാനായിട്ട് സാധിക്കണ്ട. ഈ ട്രെൻഡ് ലൈൻ നീട്ടി വരച്ചാലും കൃത്യമായിട്ട് ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇത്രയുമാണ്. ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവരാണ് 30 രൂപ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് നമുക്കൊരു എൻട്രി ഇതിൽ പരിഗണിക്കാവുന്നതാണ്. നമ്മുടെ അടുത്ത ഷെയറാണ് ഡിജി കണ്ടന്റ് ലിമിറ്റഡ്. 24 രൂപയുടെ റേറ്റ് കാണിക്കുന്നത്. മാർക്കറ്റ് ക്യാപ്പ് വളരെ കുറവാണ്, 140 കോടി മാർക്കറ്റ്. RSI ROയും അത് വളരെ കുറവാണ്. ഡിജി കണ്ടന്റിൻ്റെ ചാർട്ടിലേക്ക് നമുക്ക് പോയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കും, ഒരു കൺസോളിഡേഷൻ ഏരിയ ആയിരുന്നു കുറേ നാളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഏരിയയിൽ കുറേ നാളായിട്ട് ട്രേഡ് ചെയ്തോളൂ, അതായത് 5-6 മാസത്തോളം ഈ റേഞ്ചിൽ കിടന്ന് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഷെയർ ആ റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്തു വിത്ത് വോളിയത്തോടുകൂടി. നമുക്കിവിടെ നോക്കിയാലാണ് കൃത്യമായ റെസിസ്റ്റൻസ് ഏരിയ ആണ് ഇത്, ഒരു കൺസോളിഡേഷൻ ഏരിയ ഇത്. അപ്പോൾ ആ ഏരിയ ബ്രേക്ക് ഔട്ട് ചെയ്തു വിത്ത് വോളിയത്തോടുകൂടി, നല്ല വോളിയം ഉണ്ട്, വലിയൊരു ഗ്രീൻ ക്യാൻഡിലുമാണ്. നമ്മൊരു വീക്കിലി ക്യാൻഡിൽ, ഇതിപ്പോൾ നമ്മുടെ ഡിജി കണ്ടന്റിൻ്റെ ഒരു വീക്കിലി ചാർട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീക്കിലി ചാർട്ടിലും ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ചെയ്ത് നിൽക്കുകയാണിത്, കൃത്യമായ റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് നിൽക്കുക. അതുകൂടാതെ നമുക്ക് വീക്കിലി ഒരു ട്രെൻഡ് ലൈനും കൂടി വരച്ച് കഴിഞ്ഞാൽ ആ ട്രെൻഡ് ലൈനെ കൃത്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്, കൃത്യമായിട്ട് ട്രെൻഡ് ലൈനെ സപ്പോർട്ട് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു കൺസോളിഡേഷൻ ഏരിയ ആണ് ഇത്, അതായത് അപ്പോൾ നമ്മൾ ഇവിടെ ഈ റേഞ്ചാണ് നമ്മളൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത. ഈ റേഞ്ച്, ആ റേഞ്ച് എന്ന് പറയുന്നത് ഒരു 18 അപ്പോൾ 18 രൂപ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് നമുക്കിതൊരു എൻട്രി പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത്രയും കണ്ടീഷൻസ് മാച്ച് ആയതുകൊണ്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം നമുക്ക് ഇതിൽ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മുടെ അടുത്ത ഷെയറാണ് ഹാത്ത്വേ കേബിൾസ് ആൻഡ് ഡാറ്റാകോം ലിമിറ്റഡ്. 25 രൂപ മാത്രമേ ഇതിന് റേറ്റ് ഉള്ളൂ. മാർക്കറ്റ് ക്യാപ്പ് 4452 കോടിയും, സ്റ്റോക്ക് ബി 82ഉം, ROC 2.15%, ROU 1.55%. വളരെ ഉയർന്ന ഒരു സ്റ്റോക്ക് ബി ആണ്, റിസ്ക് പിടിച്ച ഒരു ട്രേഡ് ആണിത്. നമുക്കതിൻ്റെ ചാർട്ടിലേക്ക് പോവാം. അപ്പോൾ PE വളരെ ഉയർന്നു നിൽക്കുമ്പോൾ ഇതിൽ നല്ല റിസ്ക് ഫാക്ടർ അടങ്ങിയിട്ടുണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു, വിത്ത് വോളിയത്തോടു കൂടി ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ അത് നന്നായിട്ട് കയറാനായിട്ട് സാധിച്ചില്ല. നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് ഇതിൽ വരുന്നത്. കറണ്ട് മാർക്കറ്റ് റേറ്റ് 25 രൂപയുടെ നൽകുന്നത്. ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്, അതായത് 23. അതിൽ താഴെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചർ മാറും. അപ്പോൾ 23ലാണ് നമുക്കൊരു സപ്പോർട്ട് പോയിൻ്റ് ആയിട്ട് ഇത് കാണുന്നത്. അപ്പോൾ 2 രൂപയുടെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റിൽ നിന്ന് നമുക്ക് എടുക്കാവുന്ന മാക്സിമം റിസ്ക്, അതിൽ കൂടുതൽ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ട്രെൻഡ് ചേഞ്ച് ആവും, അതിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആവും. അപ്പോൾ അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ വീക്കിലി ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ വീക്കിലി വ്യൂ. വീക്കിലി വ്യൂ നോക്കി കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു റെസിസ്റ്റൻസ് ഇവിടെ ബ്രേക്ക് ചെയ്തു പോയി, അതുകൂടാതെ ഒരു സപ്പോർട്ട് എടുത്തു. അതുകൂടാതെ ഇവിടെ ഒരു ചെറിയ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതും ബ്രേക്ക് ചെയ്തു പോയി, അവിടെ ഒരു സപ്പോർട്ട് എടുത്തു. വീണ്ടും ഇവിടെ ഒരു നല്ല റെസിസ്റ്റൻസാണ് ആണത്, അതും ബ്രേക്ക് ചെയ്തു. അപ്പോൾ അതും ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ റേഞ്ചിൽ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് മിക്കവാറും വരും, 23 റേഞ്ചിൽ. ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് താഴേക്ക് ഒരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് നോക്കേണ്ട കാര്യമില്ല, അത് പൊക്കോട്ടെ അതിൻ്റെ ബാക്കി. അപ്പോൾ ആ 2 രൂപയിൽ റിസ്ക് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിലൊരു എൻട്രി പരിഗണിക്കാം. അതിൽ കൂടുതൽ റിസ്ക് ഇതിൽ എടുക്കുന്നത് അത്ര അഭികാമ്യമല്ല, കാരണം PE വളരെയായിട്ട് കൂടി നിൽക്കുകയാണ്. അപ്പോൾ വാല്യുവേഷൻ നന്നായിട്ട് കൂടി നിൽക്കുന്ന ഒരു ഷെയറാണിത്.
നമ്മുടെ അടുത്ത ഷെയറാണ് വാസ്വാണി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 34 രൂപ 70 പൈസയുടെ കറണ്ട് മാർക്കറ്റ് ക്യാപ്പ് 104 കോടിയുള്ളൂ. സ്റ്റോക്ക് ബി 17.8ഉം ROC 12.5ഉം ROE 5.4. ഒരു ആവറേജ് ROE ROC എന്ന് വേണമെങ്കിൽ പറയാം. ആവറേജ് താഴെ, വലിയൊരു സ്റ്റോക്ക് ബിയും ഇല്ല. ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാലോ ഇതാണ് ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂ. ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നമ്മൾ നോക്കിയാൽ ഇവിടെ ഒരു ഈ റെസിസ്റ്റൻസ് ഇവിടെ ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിലായിട്ട് ബ്രേക്ക് ചെയ്തു. അതുകൂടാതെ ചെറുതായിട്ടൊന്ന് താഴ്ന്നു. അതിനുശേഷം വീണ്ടും അത് ബ്രേക്ക് ചെയ്തു, വീണ്ടും ഒന്ന് താഴ്ന്നു. അപ്പോൾ ഈ പോയിന്റിൽ ഇത് ടച്ച് ചെയ്ത് നിൽക്കുന്നു ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഈ റേഞ്ചാണ് നമുക്ക് ഏകദേശം ഒരു സപ്പോർട്ട് പോയിൻ്റായിട്ട് ആക്ട് ചെയ്യുക. അത് ഏകദേശം ഈ റേഞ്ച് എന്ന് പറയുന്നത് 32ആണ് റേഞ്ച്. ഇൻട്രാഡേയുടെ പറയുന്നത് ഇൻട്രാഡേ ചാർട്ടാണ് പറയുന്നത്. അപ്പോൾ 32ൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ട് ഇൻട്രാഡേ ചാർട്ട് വ്യൂ വെച്ച് നോക്കുമ്പോൾ. അതിൽ കൂടുതൽ ഇതിൽ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ കറണ്ട് റേറ്റ് നടക്കുന്നത് 34. 2 രൂപയുടെ ഇൻട്രാഡേയിൽ നമുക്ക് റിസ്ക് എടുക്കാം, മാക്സിമം റിസ്ക് എടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ. നമുക്കിതിൻ്റെ വീക്കിലി വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. വീക്കിലി വ്യൂ കാണുമ്പോൾ നമ്മൾ ഇതാണ് വീക്കിലി വ്യൂ. അതായത് ക്ലിയർ ഒരു റെസിസ്റ്റൻസ്, മെഗാ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നമുക്കിത് നീട്ടി വരച്ച് കഴിഞ്ഞാൽ മനസ്സിലാകണ്ട. ഇവിടുത്തെ റെസിസ്റ്റൻസ്, മെഗാ റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസ്, ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഇവിടെ 3 പ്രാവശ്യം ഇത് ടച്ച് ചെയ്തിട്ടുണ്ട്. ഈ റേഞ്ച് 34 പോയിൻ്റ്, അതാണ് ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. നമുക്ക് ഈ താഴെ കാണുന്ന ലോങ് ലെഗ്ഡ് റെഡ് ക്യാൻഡിലെ താഴെയാണ് നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഇടുക. അതായത് ആ സ്റ്റോപ്പ് ലോസ് 28. അപ്പോൾ വീക്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു 28 പോയിൻ്റ്, 28ലാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ആയിട്ട് പരിഗണിക്കാൻ പറ്റിയ ഒരു ഏരിയ. ഇപ്പോൾ നടക്കുന്നത് 34. വീക്കിൽ നമ്മൾ എടുക്കുമ്പോൾ ഒരു 6 രൂപ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഇതിൽ ഇടേണ്ടതായിട്ട് വരും. അതിൽ കൂടുതൽ സ്റ്റോപ്പ് ലോസ് പോയിൻ്റ് ഇതിൽ ഇടുന്നത് അഭികാമ്യമല്ല. ഇവിടെ ഒരു വലിയ എല്ലാം കൊണ്ട് നമുക്കൊരു റെസിസ്റ്റൻസ്, മെഗാ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഭാവിയിലേക്ക് അല്ല വരും ദിവസങ്ങളിൽ നമുക്കൊരു അപ്സൈഡ് പ്രതീക്ഷിക്കാം. പക്ഷേ 28 എന്ന് പറയുന്ന ആ സപ്പോർട്ട് പോയിൻ്റ് നമ്മൾ മറക്കരുത്. അവിടെ സ്ട്രിക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിരിക്കണം. നമ്മുടെ അടുത്ത ഷെയറാണ് സുബക്സ് ലിമിറ്റഡ്. 40 രൂപ 40 പൈസയുടെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. സുബക്സിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് 2280 കോടിയാണ്. ROCയും ROEയും നെഗറ്റീവാണ്. ഫണ്ടമെൻ്റലി അത്ര ഒരു നല്ലതാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമുക്ക് വേറൊരു കാര്യമുണ്ട്, കടമില്ലാത്തൊരു കമ്പനിയാണിത്. കമ്പനി ഈസ് ഓൾമോസ്റ്റ് ഡെബിറ്റ് ഫ്രീ, കടമില്ലാത്തൊരു കമ്പനിയാണ്. ചാർട്ടിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതാണ് സുബക്സിൻ്റെ ചാർട്ട്, ഇൻട്രാഡേ ചാർട്ട് വ്യൂ. ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു ഇവിടെ. ഈ റെസിസ്റ്റൻസ് വിത്ത് വോളിയത്തോട് ബ്രേക്ക് ചെയ്ത്, അതുകൂടാതെ ഇവിടെ ഒരു സപ്പോർട്ടാണ്. ആ സപ്പോർട്ടിലേക്ക് വന്നു, വീണ്ടും കയറിപ്പോയി, വീണ്ടും ഈ റെസിസ്റ്റൻസ് സോൺ ഉണ്ടോ, ഇവിടെ റെസിസ്റ്റൻസ് സോണാണ് ഇത്. ഈ സോണിലേക്ക് വന്ന് ടച്ച് ചെയ്ത് നിൽക്കുന്നു. നമുക്ക് വരുന്ന ഒരു അടുത്ത സുബക്സിൻ്റെ നമുക്ക് ഒരു ഏരിയ ഓഫ് സപ്പോർട്ട് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് നമുക്ക് ഏകദേശം കാണാനായിട്ട് സാധിക്കുന്നത്. ഉണ്ടോ, ഈ ഗ്രീൻ ക്യാൻഡിലെ താഴെ. അപ്പോൾ ഒരു കുറച്ചും കൂടി വൈഡ് റേഞ്ച് ഒരു സ്റ്റോപ്പ് ലോസ് ആണിത്. ഒരു 34-33 റേഞ്ചിലാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ്. ഇവിടെ ഒരു സപ്പോർട്ടായിട്ട് കാണാൻ സാധ്യതയുള്ള റേഞ്ച് 33-34ആണ്. അപ്പോൾ ഒരു വൈഡ് റേഞ്ച് സ്റ്റോപ്പ് ലോസ് ആണിത്. നമ്മൾ ഇപ്പോൾ കറണ്ട് റേറ്റ് 40, അപ്പോൾ ഒരു 6 രൂപയോളം ഇവിടെ നിന്ന് നമുക്കൊരു റിസ്ക് എടുക്കേണ്ടതായിട്ട് വരും. ഇവിടെ തന്നെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് കാണുന്നത്. ഇതിൽ ഒരു സപ്പോർട്ട് പോയിന്റ് നമുക്കൊരു ആക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഒരു 6 രൂപയുടെ റിസ്ക് ഇവിടെ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഇൻട്രാഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു വീക്കിലി ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് ഒരു വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ട് നമുക്ക് നോക്കിയാൽ സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്തു സോൺ, ഒരു റൗണ്ടിങ് ബോട്ടം, ഇവിടെ റൗണ്ടിങ് ബോട്ടം കൂടാതെ ഇവിടെ നല്ലതായിട്ട് വോളിയവും ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് ഏരിയ വിത്ത് ഒരു ഗ്രീൻ ക്യാൻഡിലോട് കൂടിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ നമ്മൾ നേരത്തെ പോയിന്റ് നോക്കിയ ആ പോയിന്റ് തന്നെയാണ് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഇതിൽ ആക്ട് ചെയ്യാനായിട്ട് സാധ്യത, ഒരു 33 റേഞ്ചിൽ. അപ്പോൾ ആ റേഞ്ച് നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് ഇതിലൊരു ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വരും ദിവസങ്ങളിൽ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം കിട്ടാൻ സാധ്യതയുണ്ട്.
നമ്മൾ അടുത്ത ഷെയറാണ് വെരി കുഞ്ഞൻ ഷെയർ, പെന്നി ഷെയർ എന്ന് പറയുന്ന പോലെ മിത്തൽ ലൈഫ് സ്റ്റൈലാണ്. 2 രൂപ 75 പൈസ കറണ്ട് മാർക്കറ്റ് റേറ്റ്. മാർക്കറ്റ് ക്യാപ്പ് 81 കോടിയാണ് മാർക്കറ്റ് ക്യാപ്പ് ഉള്ളത്. സ്റ്റോക്ക് പി നന്നായിട്ട് ഉയർന്നു നിൽക്കുന്നു. 111 സ്റ്റോക്ക് പി. ROC 2.3%, ROE 1.15 ആണ് ഇതിൽ കാണുന്ന റേറ്റുകൾ. കടമില്ലാത്ത കമ്പനിയാണിത്, അതായത് കുഞ്ഞൻ കമ്പനി, കടമില്ലാത്ത കമ്പനി. നമുക്ക് ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റിലൊരു ജമ്പ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. 0.22 ആണ് ഇതിലുള്ളത്. ഇവിടെ 0.34 ആയിട്ട് ഉയർന്നിട്ടുണ്ട്. പ്രോഫിറ്റിലൊരു ജമ്പ് ഉണ്ടായിട്ടുണ്ട് ഇതിൽ. അപ്പോൾ കടമില്ലാത്ത കമ്പനി കഴിഞ്ഞ ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോൾ പ്രോഫിറ്റിൽ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. പ്രോഫിറ്റ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോസിറ്റീവ്സ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഈ കുഞ്ഞൻ കമ്പനിയിൽ. നമുക്കിനി അതിൻ്റെ ചാർട്ടിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതാണ് ചാർട്ട്. നല്ലൊരു റെസിസ്റ്റൻസ് സോൺ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു ഇവിടെ. ഈ റേഞ്ചാണ് നമുക്കൊരു സപ്പോർട്ട് പോയിൻ്റ് ഇതായിട്ട്, അതായത് 2.10 2.10 ഇവിടെ ഒരു സപ്പോർട്ട് നമുക്കാണ്. അപ്പോൾ നമ്മളൊരു എൻട്രിക്ക് ഇതിൽ പരിഗണിക്കുമ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് 2.10 ഇടാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു ഇപ്പോഴത്തെ റേറ്റ് 2.75 ഇപ്പോൾ കറണ്ട് റേറ്റ് നടക്കുന്നത്. അപ്പോൾ ഒരു 60 പൈസയുടെ നമുക്ക് ഇതിൽ റിസ്ക് എടുക്കാൻ, അത്രയും നമ്മൾ എടുത്താൽ മതി റിസ്ക്. 60 പൈസ, വെറും 60 പൈസയുടെ നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഇത്രയും പോസിറ്റീവ്, അതായത് കടമില്ലാത്ത കമ്പനി. പിന്നെ പ്രോഫിറ്റിലൊരു ഉയർച്ച ഉണ്ടായിട്ടുണ്ട് ക്വാർട്ടർ ടു ക്വാർട്ടർ നോക്കുമ്പോൾ. പ്ലസ് ഒരു ടെക്നിക്കൽ വെച്ച് നോക്കുമ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു വിത്ത് വോളി. ഇത്രയും പോസിറ്റീവ്സ് ഇതിലുണ്ട്. നമ്മൾ വീക്കിലി ചാർട്ട് നോക്കുമ്പോൾ ഒരു മെഗാ റെസിസ്റ്റൻസ് ആണ് ഇവിടെ, റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്തില്ലാണ്ട് ഇവിടുത്തെ പ്രീവിയസ് മെഗാ റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ഇപ്പോൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. വിത്ത് വോളിയം ഉണ്ട്, നന്നായിട്ട് വോളിയം ഉണ്ട്. നമ്മൾ ഈ കയറ്റത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം ഇത്രയും വോളിയം ഈ കയറ്റത്തില്ല. അപ്പോൾ കമ്പയർ ടു പ്രീവിയസ് ഹൈ വെച്ച് നോക്കുമ്പോൾ ഇവിടെ നല്ല വോളിയം ഉണ്ട്. അപ്പോൾ വോളിയത്തോട് വേണ്ടിയാണ് ഇവിടെ കയറ്റം. അപ്പോൾ ഈ കയറ്റം നല്ലൊരു കയറ്റമാണ്, അതായിട്ട് നമുക്ക് പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ബൈ എൻട്രി പരിഗണിക്കുമ്പോൾ നമുക്ക് ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ നമുക്ക് വീണ്ടും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. കാരണം പ്രീവിയസ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. അതുകൂടാണ് പ്രോഫിറ്റിൽ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പല പല കടമില്ലാത്ത കമ്പനി നമ്മൾ നോക്കിയതാണ്. അങ്ങനെ പല പല പോസിറ്റീവ്സ് ഇതിലുണ്ട്. അപ്പോൾ ഒരു അപ്സൈഡ് മൊമെൻറ്റം ഇതിൽ നമുക്കും പ്രതീക്ഷിക്കാം. നമ്മുടെ അടുത്ത ഷെയറാണ് രാമ ന്യൂസ് പ്രിന്റ്. 22 രൂപയുടെ കറണ്ട് മാർക്കറ്റ് റേറ്റ് നടന്നുകൊണ്ടിരിക്കും. 22 രൂപ. മാർക്കറ്റ് ക്യാപ്പ് 324 കോടിയാണ്. ROC ROE വളരെ കുറഞ്ഞ ROC ROE ആണ്. രാമ ന്യൂസ് പ്രിന്റിൻ്റെ ഒരു ഇൻട്രാഡേ ചാർട്ട് നമ്മൾ നോക്കിയാൽ വ്യക്തമായ ഒരു റെസിസ്റ്റൻസ് ആണ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നത്. ഇവിടെ വിത്ത് നല്ല വോളിയത്തോടു കൂടി ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു. നമ്മൊരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനിൻ്റെ അവിടെ ഒരു സപ്പോർട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടാൽ അറിയാം വ്യക്തമായ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നു, ട്രെൻഡ് ലൈൻ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു വിത്ത് നല്ല വോളിയം. ഇത്രയും കണ്ടീഷൻസ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ ക്ലിയർ സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. കണ്ട ഈ ഏരിയ എന്ന് പറയുന്നത് 17.70 ആണ്. 17.70 സ്റ്റോപ്പ് ലോസ് പരിപാലിച്ചുകൊണ്ട് നമുക്കൊരു ബൈ എൻട്രി ഇതിൽ പോസിബിൾ ആണ്. കൃത്യമായ സ്റ്റോപ്പ് ലോസ് ആണ് 17.70. കാരണം 17.70 ആണ് ഇൻട്രാഡേ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് വീക്കിലി ചാർട്ടിൽ പോവാം. ഇതാണ് വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ട് നമ്മൾ നോക്കിയാൽ ഒരു സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ, ആ സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയയിൽ അവിടെ വന്ന് നിൽക്കുന്ന ഒരു ഏരിയ, ഒരു ക്രിട്ടിക്കൽ ഏരിയ ആണ് അവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം നമ്മൾ വീക്കിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 25-24 ഒരു ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു അപ്സൈഡ് ഇതിൽ പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് തന്നെയാണ് ഇവിടെയും നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് 17.70 തന്നെയാണ് വീക്കിലി നമ്മൾ നോക്കുമ്പോൾ. ഒരു സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വീക്കിലി നോക്കുമ്പോൾ ഒരു റേഞ്ചിൽ ട്രേഡ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ് സോൺ ഓഫ് റെസിസ്റ്റൻസ് ഏരിയ. അവിടെ നിന്നാണ് താഴ്ന്നത്. അതുകൂടാതെ ഈ റേഞ്ചിൽ തന്നെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് രാമ ന്യൂസ് പ്രിൻറ്റിൻ്റെ ഒരു ചാർട്ട് വ്യൂ. നമ്മൾ ഇൻട്രാഡേയും അല്ലെങ്കിൽ ഡെയിലിയും വീക്കിലും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന വസ്തുതകൾ.
അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളത്, അതായത് കുഞ്ഞൻ സ്റ്റോക്കുകളാണ്. കയറുമ്പോൾ നല്ല രീതിയിൽ കയറി പോകും, താഴുമ്പോൾ അതുപോലെ തന്നെ താഴും. അപ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് പരിപാലിച്ചിട്ട് മാത്രമേ ഇതിലൊരു എൻട്രി എടുക്കാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിനെ ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയി മാത്രം കാണുക. ബൈ എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടേതായ അനലൈസ് ചെയ്തിട്ടോ മാത്രമേ ഇതിലൊരു എൻട്രി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. എല്ലാവരും വരും ദിവസങ്ങളിൽ നല്ല പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.